ഹലോ, എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ് നോക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടതുപോലെ ബ്രസ്റ്റ് അളവ് കൂടുതലും കൈവണ്ണം കുറവുമാണെങ്കിൽ നമ്മൾ എങ്ങനെയാണത് കറക്റ്റ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചുരിദാറിൻ്റെ തുണി ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാം. രണ്ട് വശത്ത് നമുക്ക് എംബ്രോയിഡറി ഉള്ള തുണിയാണ്. അപ്പോൾ ഇത് നമുക്ക് നീളത്തിൽ മടക്കാം. എങ്കിലേ നമുക്ക് പുറകും മുന്നും നമുക്ക് വേറെ വേറെ സെപ്പറേറ്റ് വെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് നീളത്തിൽ മടക്കാം. ഞാൻ നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എംബ്രോയിഡറി ഉള്ള വശം നമുക്ക് മുകൾ വശത്തായിട്ടാണ് വന്നേക്കുന്നത്. ഇത് സെപ്പറേറ്റ് വെട്ടുന്ന കണക്കിനാണ് മടക്കിയിട്ടിട്ടുള്ളത്, ഫ്രണ്ട് ഇതും ബാക്ക് ഇതുമായിട്ട്. അപ്പം നമുക്കിവിടെ ഇറക്കം 44 വേണ്ടത്. അതിന് അതിൻ്റെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് കൂടുതലിടണം. അപ്പോൾ 44 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളിവിടെ 1.5 ഇഞ്ച്. മുമ്പ് ഈ താഴേന്ന് ഇറക്കം പിടിച്ചാൽ നമുക്ക് 44 ഇവിടെ. അതിനുശേഷം നമുക്ക് 1.5 ഇഞ്ച് ഇതിൻ്റെ കൂടെ കൂട്ടിയിടണം. അപ്പോൾ നമ്മളിവിടെ ഇത് കറക്റ്റ് ഇറക്കത്തിലാണുള്ളത്. നമുക്ക് 44 1.5 ഇഞ്ച് കറക്റ്റ് ചെയ്ത് ഇറക്കം കറക്റ്റായിട്ടാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വണ്ണമാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇവരുടെ ചെസ്റ്റ് വണ്ണം വന്നത് 36. ചെസ്റ്റിയുടെ ബ്രസ്റ്റ് വണ്ണം 39. ഇവരുടെ വേസ്റ്റ് വണ്ണം 36. അതുപോലെ ഹിപ്പ് വണ്ണവും 39. ഇത്ര അളവ് എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ബ്രസ്റ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും അളവ് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് 3 അളവ് മതിയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ 4 അളവ് എടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ കൈ ഇറക്കം 14. മുകളിലത്തെ വണ്ണം 14. അടിയിലത്തെ വണ്ണം 6 ഇഞ്ച്. ആം ഹോള് 15. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഷോൾഡർ 15. ഇത്ര അളവുണ്ട്. ഇനി നമുക്ക് ഇവരുടെ ഷോൾഡർ അളവ് 15. അപ്പോൾ 15 നിന്ന് നമ്മൾ 3 ഇഞ്ചാണ് കുറയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് 15 നിന്നും 3 ഇഞ്ച് കുറച്ച് വെച്ച് ഷോൾഡർ നോക്കുമ്പോൾ നമുക്ക് 12 ഇഞ്ച് കിട്ടി. അപ്പോൾ നമ്മളിവിടെ 6 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിറക്കം നോക്കാം. കഴുത്തിറക്കവർക്ക് 6 ഇഞ്ചാണ് ഫ്രണ്ടിലത്തെ ഇറക്കം. പുറകിലത്തെ 5.5 ഇഞ്ചാണ്. 1/2 ഇഞ്ച് വ്യത്യാസമാണുള്ളത്. നമുക്ക് അകലം 2.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 വേണേലും എടുക്കാം, കഴുത്ത് വിടർന്ന് കിട്ടാൻ. നമുക്ക് ചതുര കഴുത്താണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ 2.5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. യു ആണെങ്കിൽ നമുക്ക് അടിവശത്ത് 3 എടുക്കാമായിരുന്നു. ഇപ്പം ചതുരം ആയതുകൊണ്ട് ഞാൻ 2.5 എടുക്കുന്നുള്ളൂ. ഇനി ഇവിടെ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി, കഴുത്ത് അടയാളപ്പെടുത്തി, കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഷോൾ ഹോൾ അനുസരിച്ച് നമുക്ക് കൈക്കുഴിയാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പം ആം ഹോൾ എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടും. 15 വന്നു നമുക്ക് 7.25 കൈക്കുഴി കിട്ടുന്ന പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിവിടെ 5.5 ഇഞ്ച് കൈക്കുഴി വെക്കാം. ഇപ്പോൾ ചെസ്റ്റ് അളവ് 36. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുമ്പോൾ 40 വന്നു. നമുക്ക് 10 ഇഞ്ച് കൂടെ കൊടുക്കാം. അപ്പോൾ ഈ 10 ഇഞ്ചിൽ നമുക്ക് 7.25 കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് വരയ്ക്കാം. അളന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 8 ഇഞ്ചാണ് കൈക്കുഴി കിട്ടുന്നത്, അല്ലാതെ ആം ഹോൾ റൗണ്ട് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് 7.25 ഉള്ളൂ. അപ്പം 4 ഇഞ്ച് നമുക്ക് ഇവിടെ കൂടുതലാണ്. പക്ഷേ ഇത് നമുക്ക് ഇനി കുറയ്ക്കാൻ പറ്റത്തില്ല. അതായത് കൈക്കുഴി നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ നമുക്ക് ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് ഇവിടുത്തെ ചുളുക്കം, അതായത് കൈവണ്ണം കുറവും ബ്രസ്റ്റ് കൂടുതലും ആകുമ്പോൾ ഈ കൈയുടെ അവിടെ ചുളുക്കം വരും. നമ്മൾ കൂടുതലെടുത്താൽ, നമ്മൾ ബ്രസ്റ്റിന് അനുപാതികമായിട്ട് നമ്മൾ കൈക്കുഴി എടുത്താൽ നമുക്ക് കൈക്കുഴി കൂടി പോകും, ഷോൾഡർ ലൂസായിട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് കൈക്കുഴി കറക്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ആം ഹോളിനൊരു ടക്ക് കൊടുക്കുക. അതായത് ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് ഇവിടെ ഒരു ടക്ക് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കൈക്കുഴി നല്ല ഭംഗിയായിട്ട് വരും. ബ്രസ്റ്റ് ആണെങ്കിലും ലൂസ് ഉണ്ടാവും, അത് നല്ല ഭംഗിയായിട്ട് ആ ഡ്രസ്സ് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആം ഹോളിന് ടക്ക് കൊടുത്തിട്ടാണ് നമ്മളിവിടെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ 10 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 39ൻ്റെ 4.1, അതായത് ബ്രസ്റ്റ് അളവാണ്. അത് നമുക്ക് വരുന്നത് ഒരു 9 ഇഞ്ച്. മുകളിൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് ഒരു 9 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ ഇത് ചെസ്റ്റ് അളവാണ്. ഇത് ബ്രസ്റ്റ് അളവ്.
മിക്കവരും ഇത് ഈ അളവെടുത്തിട്ട് ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ചിലരിങ്ങനെ ഈ ബ്രസ്റ്റ് അളവ് മാത്രം എടുത്തിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ഈ കൈക്കുഴി കറക്റ്റ് ആകാതെ വരും, ഇവിടെ ലൂസ് വരും, ഷോൾഡർ ലൂസ് വരും, അങ്ങനെ ഈ ഷോൾഡർ കഴുത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചുരിദാർ തയ്ക്കുമ്പോൾ ചെസ്റ്റ് അളവും ബ്രസ്റ്റ് അളവും കൃത്യമായിട്ട് എടുത്തിട്ട് വേണം ചുരിദാർ തയ്ക്കാൻ. അപ്പോൾ നമ്മളിവിടെ 36-ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 40 വന്നു. 40-ൻ്റെ 4-1 10 നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി നമ്മളിവിടെ ബ്രസ്റ്റ് അളവിൻ്റെയാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 39-ൻ്റെ കൂടെ നമ്മൾ 4 കൂട്ടുമ്പോൾ നമുക്ക് 43 വരുന്നത്. അപ്പോൾ നമ്മൾ 43-ൻ്റെ 4-1 എന്ന് പറയുന്നത് 10.25. അത് നമുക്കിവിടെ അടയാളപ്പെടുത്തണം. ഇപ്പോൾ 3/4 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് ഈ ചെസ്റ്റ് വണ്ണവും ബ്രസ്റ്റ് വണ്ണവും തമ്മിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് വരുന്നത് ഈ 36-ൻ്റെ തന്നെയാണ്, അതായത് നമ്മുടെ ഷേപ്പ് വണ്ണം സാധാരണ നമുക്കൊരു 14 ഇഞ്ച് ഇറക്കത്തിലെടുക്കാം. 14 ഇഞ്ച് ഇത് നമ്മുടെ ഷേപ്പ് വണ്ണം, വേസ്റ്റ് വണ്ണം എന്ന് പറയുന്ന ഷേപ്പ് വണ്ണമാണ്. അപ്പം നമ്മൾ 14 ഇഞ്ച് ഇറക്കത്തിൽ വേസ്റ്റ് വണ്ണം എടുത്തു. ഇതേ 10 തന്നെ, അതായത് 36 അപ്പോൾ അതിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 40 വന്നു. നമുക്ക് ആ 40-ൻ്റെ 4 എന്ന് പറയും 10. അത് തന്നെയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ ഇത്ര അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഹിപ്പ് വണ്ണമാണ് അടയാളപ്പെടുത്തേണ്ടത്. അതിനായിട്ട് നമ്മൾ മുകളിൽ നിന്ന് നമുക്ക് 21 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ ഹിപ്പ് വണ്ണം അടയാളപ്പെടുത്തി. അത്യാവശ്യം പൊക്കമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 21 ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ ഹിപ്പ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. ഹിപ്പ് വണ്ണവും ഈ ബ്രസ്റ്റ് വണ്ണത്തിൻ്റെ അതേ അളവിലാണ് വരുന്നത്. അപ്പം നമുക്കിവിടെ 10.25 തന്നെ. ഇവിടെ നമ്മൾ 10.25 കൊടുത്തത്, ഇവിടെ 10 കൊടുത്തത്, ഇവിടെ നമ്മൾ 10.25 കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ കൈക്കുഴീനെ കറക്റ്റ് ചെയ്യാനും ഈ ബ്രസ്റ്റിനെ ഇവിടെ ചുളിവില്ലാതെ കറക്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാനുമായിട്ട് നമുക്കിവിടെ ഒരു ടക്ക് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഇത്രയും നമ്മൾ അടയാളപ്പെടുത്തി ഇതിലേക്ക് വരച്ചു. ഇനി നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ചെസ്റ്റ് വണ്ണത്തിന് ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. വലിയൊരു ഷേപ്പൊന്നുമില്ല, ചെറിയൊരു 3/4 ഇഞ്ചിൻ്റെ 1/2 ഇഞ്ചിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ചെരിച്ച് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ നേരെ വരച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ചുരിദാറിന് വരയ്ക്കുന്നത് നമ്മളിങ്ങനെ നേരെ വരച്ചാൽ നമുക്കിവിടെ ബ്രസ്റ്റ് വണ്ണത്തിന് ടൈറ്റ് ആയി പോകും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത്രയും ചെരിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ചെസ്റ്റ് അളവും ബ്രസ്റ്റ് അളവും തമ്മിൽ 3 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കിവിടെ 3/4 ഇഞ്ചിൻ്റെ ഒരു പീസിൽ 3/4 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ചെരിച്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. ഇനി നമുക്കിവിടെ കൈക്കുഴി കറക്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഇവിടെ 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വ്യത്യാസത്തിലാണ് കൈക്കുഴി വന്നിട്ടുള്ളത്. എന്നോട് കാണിച്ചു തരാം. നമ്മൾ കൈക്കുഴി കറക്റ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞപ്പോൾ, നമ്മൾ ആദ്യം വരച്ചതായിരുന്നു, നമ്മൾ കറക്റ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കൈക്കുഴിയുടെ അളവ് കിട്ടുന്നത്, നമ്മൾ അടിക്കുന്ന രീതിയിൽ നമ്മൾ അളന്നാൽ നമുക്ക് 9.25. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 7.25 ഉള്ളൂ. നമുക്കവിടെ കൈക്കുഴി കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ സാധാരണ നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ 5 ഇഞ്ച് എടുത്തിട്ട് ചെയ്താൽ നമുക്ക് അത് കറക്റ്റ് ആക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിലും പെർഫെക്റ്റ് നമ്മൾ ഇവിടെ ഈ ബ്രസ്റ്റ് അളവ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ഈ ആം ഹോളിനൊരു ടക്കിട്ട് കൊടുത്ത് കൈക്കുഴി കറക്റ്റ് ചെയ്യുന്നതാണ് ഈ ബ്രസ്റ്റ് അളവ് കൂടുതലുള്ളവർക്ക് കറക്റ്റ് ചെയ്യാൻ നല്ലൊരു മാർഗ്ഗം. അത് നമ്മൾ ഫ്രണ്ടിലേ കൊടുക്കുകയുള്ളൂ, പുറകിൽ കൊടുക്കില്ല. അപ്പോൾ നമ്മളിവിടെ കൈക്കുഴി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്കിന് ഇങ്ങനെ 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെയാണ് നമ്മൾ ടക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നിന്ന്, അതായത് നമുക്ക് വെസ്റ്റ് പോയിന്റ് 9 ഇഞ്ചാണ്, അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് മാറ്റിയിട്ടാണ് നമ്മൾ ടക്ക് കൊടുക്കുന്നത്. നമ്മൾ ബ്ലൗസിന് കൊടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഇതാണ് ടക്ക്. അപ്പോൾ ഈ ടക്ക് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ബ്രസ്റ്റ് ഇതിൻ്റെ വലിപ്പം, അതായത് ബ്രസ്റ്റിൻ്റെ അളവിനനുസരിച്ച് നമുക്കിവിടെ ടക്കിൻ്റെ വലുപ്പത്തിന് വ്യത്യാസം വന്നിട്ടിരിക്കും. അതായത് നമുക്ക് 1/4 ഇഞ്ച് കൊടുക്കുന്നവരുണ്ടാവും, 1/2 ഇഞ്ച് കൊടുക്കുന്നവരുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ 1/2 ഇഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈക്കുഴി കിട്ടുന്ന എത്രയാണ് നോക്കാം. നമുക്കിവിടെ 2 അത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് 7.25 ഇവിടെ കറക്റ്റ് ഈ ടക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് 7.25 ഇവിടെ കിട്ടുന്നത്. ഇത് ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുള്ള അളവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ബ്രസ്റ്റ് അളവ് കൂടുതലുള്ളവർക്ക് നമ്മൾ ഇത് ചെരിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ഈ ചെരിവ് കൊടുക്കുകയും ചെയ്യണം. അത് കൂടാതെ നമുക്ക് ഈ കൈക്കുഴി കറക്റ്റാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ടക്ക് കൊടുക്കുകയും ചെയ്യും. ആ ബ്രസ്റ്റ് അളവിൻ്റെ ഇവിടെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ ഈ ടക്ക് നമ്മളെ സഹായിക്കും. ഇവിടെ ചുളുക്കമൊന്നും ഇല്ലാതെ കറക്റ്റ് ചെയ്ത് ആ ചുരിദാർ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ ഈ ടക്ക് നമ്മളെ സഹായിക്കും. അത് കൊടുക്കുന്നത് നമ്മൾ ബ്രസ്റ്റ് അളവിൽ നിന്നും 1.5 or 2 ഇഞ്ചോ മാറ്റിയിട്ടാണ് നമ്മൾ ടക്ക് കൊടുക്കുന്നത്. അത് നമ്മൾ ഈ നേരെ കുഴിയുടെ അവിടെയല്ല കൊടുക്കുക, അപ്പം വൃത്തികേടായിരിക്കും. നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നിന്ന്, അതായത് നമ്മൾ ഈ ടക്ക് നമ്മൾ കൈക്കുഴിക്ക് വേണ്ടി വരച്ചതിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് മാറ്റിയിട്ടാണ് നമ്മൾ ടക്കടയിൽ കൊടുക്കുന്നത്.
ഇത്ര അടയാളപ്പെടുത്തി. ഇനി നമുക്ക് താഴേക്ക് സ്ലിറ്റിനുള്ള വീതിയാണല്ലോ എടുക്കുന്നത്. ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ 13 എല്ലാവർക്കും എടുക്കുക. ഇവർക്ക് ഇച്ചിരി വീതി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 14 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇവിടെ നമുക്ക് അതുപോലെ സാധാ ഇങ്ങനെ തന്നെ വരച്ചു കൊടുത്താൽ മതി. 14 ഇഞ്ച് താഴെ അടയാളപ്പെടുത്തി. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കൂട്ടിമുട്ടിച്ചു. ഇനി നമ്മൾ ഇവിടെ 1 ഇഞ്ച് ടക്കിങ്, അതായത് നമ്മുടെ സ്ലിറ്റിനായിട്ടുള്ള വീതി 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് കൂടുതൽ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച്, ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് കൊടുത്തു. അത് നമുക്ക് കൂട്ടിയെഴുതിയാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ആ ചെറിയൊരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചെയ്യണം. കാരണം വെച്ചാൽ ഇത് നേരെ അടിക്കാൻ ഒരിക്കലും പാടില്ല. ആ ഷേപ്പിനനുസരിച്ച് നമ്മൾ ചെറിയൊരു കർവ് കൊടുത്തിട്ടായിരിക്കണം നമ്മൾ. കാരണം ഇവിടെ നമുക്ക് ഇതേ വണ്ണത്തിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ണം ഉപയോഗിക്കാതെ ചെസ്റ്റ് വണ്ണം ഉപയോഗിക്കേണ്ടത്. 3/4 ഇഞ്ച് വ്യത്യാസം, അതായത് ചെസ്റ്റ് വണ്ണവും ബ്രസ്റ്റ് വണ്ണവും തമ്മിൽ 3 ഇഞ്ചിൻ്റെ വ്യത്യാസമാണ് ഈ കസ്റ്റമർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെട്ടാൻ നിർവാഹമുള്ളൂ. അത് തന്നെയല്ല, അങ്ങനെയുള്ളവർക്ക്, അതായത് ചെസ്റ്റ് അളവും ബ്രസ്റ്റ് അളവും തമ്മിൽ 2 ഇഞ്ചിൻ്റെ മുകളിലേക്ക് വ്യത്യാസമുള്ളവർ തീർച്ചയായും ഈ ടക്ക് ഉപയോഗിച്ചിട്ട് ചുരിദാർ തയ്ക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ ഈ ഫ്രണ്ട് വശം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവരുടെ ഒരു ടക്ക് കൊടുക്കാം. അപ്പോൾ വേസ്റ്റ് അളവ് ഒതുങ്ങിയും കിട്ടും. നമുക്ക് ടക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത് ഈ ബ്രസ്റ്റ് അളവ് നമുക്ക് ഇവിടെയാണ് 9 ഇഞ്ചാണ് ഫസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത്, 9 ഇഞ്ച്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 1 ഇഞ്ചെങ്കിലും താത്തിയിട്ടായിരിക്കണം നമ്മൾ ടക്ക് കൊടുക്കേണ്ടത്, ഫ്രണ്ടിൽ ടക്ക് കൊടുക്കണമെങ്കിൽ. അത് നമ്മൾ ഹിപ്പിയിലേക്ക് താത്തുകയില്ല. നമുക്കിവിടെ ഒരു 5 ഇഞ്ച് ഇല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് കൂടുതൽ നമ്മൾ ടക്ക് കൊടുക്കാൻ പാടില്ല ഫ്രണ്ടിൽ. നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 10-1 വണ്ണമാണ് ഇവിടെ ടക്കിന് അകലമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 36 വന്നിട്ടുള്ളത്. അപ്പോൾ 3.5 ഇഞ്ച് നമുക്ക് ടക്കിൻ്റെ വീതിയായിട്ട് കൊടുക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് ഈ ടക്ക് മുകളിലേക്ക് കയറി പോകാൻ പാടില്ല. നമ്മൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ താത്തിയിട്ടായിരിക്കണം ഈ ടക്ക് ഇടേണ്ടത്. ഇത്ര നമ്മൾ ഫ്രണ്ടിൽ ടക്കായിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട്, അതായത് ഇപ്പം നമുക്ക് 3 ഇഞ്ചിൻ്റെ ഷേപ്പ് വ്യത്യാസം, അതായത് അളവ് വ്യത്യാസം, ബ്രസ്റ്റ് അളവും വെസ്റ്റ് അളവും, അതായത് ഷേപ്പ് വണ്ണവും ബ്രസ്റ്റ് അളവും തമ്മിൽ 3 ഇഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ഇവിടെ ലൂസ് വരും ഈ ഭാഗത്ത്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ടക്ക് കൊടുത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു 1/4 ഇഞ്ച് വലുപ്പത്തിൽ അടിച്ചാൽ മതി. ഇങ്ങനെ. അപ്പോൾ ഞാൻ അടിക്കാൻ നേരത്തെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും കറക്റ്റ് ചെയ്തു. അപ്പോൾ എപ്പോഴും ബ്രസ്റ്റ് അളവും ചെസ്റ്റ് അളവും തമ്മിൽ 2 ഇഞ്ചിൽ കൂടുതൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ ചെരുവും കൊടുത്തിരിക്കണം, അതുപോലെ ഈ ടക്കും കൊടുത്തിരിക്കണം. എങ്കിലേ ചുരിദാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ മുൻവശം മാത്രമേ വെട്ടിയിട്ടുള്ളൂ. പുറകുവശം നമ്മൾ ഇത് കഴിഞ്ഞാണ് വെട്ടുന്നത്, ഒന്നിച്ചിട്ട് വെട്ടുന്നില്ല. നമുക്ക് ഷോൾഡർ കട്ട് ചെയ്യാം. കാരണം നമുക്ക് പുറകും കൂടെ ഒന്നിച്ചിട്ട് വെട്ടിയാൽ നമുക്ക് കൈ കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആണ് വെട്ടുന്നത്. അപ്പം നമ്മൾ ഫ്രണ്ട് വെട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് പുറകുവശമാണ് കട്ട് ചെയ്യേണ്ടത്. നമുക്കിവിടെ കൈ കിട്ടുമോ നോക്കണം. അതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നമുക്ക് 14 ഇഞ്ചാണ് കൈ ഇറക്കം കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ 14 ഇഞ്ച് കൈ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ഇതുപോലെ തന്നെ വെട്ടിയെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തള്ളിയിട്ടിട്ട് വേണമായിരുന്നു നമ്മൾ കട്ട് ചെയ്യാൻ. ഇതിപ്പോൾ നമുക്കിവിടെ കൈ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ തന്നെ വെട്ടിയെടുക്കാം. നമുക്ക് അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശത്തെയാണ് ഇപ്പോൾ കട്ട് ചെയ്തത് കൈക്കുഴി. അപ്പോൾ നമ്മൾ ഒരിക്കലും അതേ ഇതിൽ തന്നെ വെട്ടരുത്. അതിന് പകരം നമ്മൾ ഇങ്ങനെ വ്യത്യാസം വരുത്തിയിട്ട് വേണം നമ്മൾ, അതായത് ഒരു 1/2 ഇഞ്ച് നമ്മൾ വ്യത്യാസം വരുത്തിയിട്ട് വേണം നമ്മൾ, ഇത് ഫ്രണ്ട് വശം ഇത് പുറകു വശം. അപ്പം അങ്ങനെ വേണം നമ്മൾ വെട്ടിയെടുക്കാൻ. അത് വെട്ടിയിട്ട് കാണിക്കാം. ഇപ്പോൾ നമ്മൾ പുറകിലത്തെ കഴുത്ത് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് 5.5 ഇഞ്ച് കഴുത്തിറക്കം എടുത്തിട്ട് നമുക്ക് പുറകിലത്തെ കഴുത്തും കൂടെ കട്ട് ചെയ്യും.
നമ്മൾ അകലം 2.5 കൊടുത്തത്. 2.5 കൊടുത്തിട്ട് നമുക്ക് അത് കട്ട് ചെയ്യാം. നമ്മൾ സിബ് കൊടുക്കുന്നുണ്ട്, ടക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 12 ഇഞ്ച് താത്തിയിട്ടാണ് നമ്മൾ ടക്ക് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഈ ബ്രസ്റ്റ് അളവിൻ്റെ നേരെ ടക്ക് വരാൻ പാടില്ല. നമുക്ക് 9 ഇഞ്ചാണ് നമ്മൾ ബ്രസ്റ്റ് അളവ് എടുത്തത്. അപ്പോൾ ഈ ബ്രസ്റ്റ് അളവിൻ്റെ നേരേക്ക് താഴെ അങ്ങോട്ടേക്ക് നമ്മൾ ഈ ടക്ക് കയറ്റിയിട്ടാൽ ഈ ബ്രസ്റ്റ് അളവ് ടൈറ്റായി പോകും. അപ്പം നമ്മൾ എത്ര ചെരിച്ചു കൊടുത്താലും നമുക്കിവിടെ ടൈറ്റ് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ടക്ക് ഇടുമ്പോൾ തീർച്ചയായിട്ടും ബ്രസ്റ്റ് കൂടുതലുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ടക്ക് താത്തി തന്നെ ഇടണം. അതായത് ഇവിടെ 2 ഇഞ്ച് താത്തിയിട്ടാണ് നമ്മൾ ടക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹിപ്പ് അളവിൻ്റെ മുകളിലായിട്ട് നിൽക്കുന്ന പോലെ വേണം നമ്മൾ ടക്ക് കറക്റ്റ് ചെയ്യും. നമുക്ക് 21 ഇഞ്ചാണ് നമ്മൾ ഹിപ്പ് അളവിനെ രേഖപ്പെടുത്തിയത് ഇവിടെ. അപ്പോൾ ഈ ഹിപ്പ് അളവിൻ്റെ മുകളിൽ നിൽക്കുന്നത് പോലെ ആയിരിക്കണം നമ്മൾ ടക്ക് രേഖപ്പെടുത്തേണ്ടത്. എങ്ങനെ? അതായത് നമുക്ക് ഷേപ്പ് വണ്ണത്തിനാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഷേപ്പ് വണ്ണത്തെ കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ ടക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് അളവിനും ഹിപ്പ് അളവിനും മുകളിൽ നിൽക്കുന്ന പോലെ ആയിരിക്കണം നമ്മൾ ടക്ക് കറക്റ്റ് ചെയ്യേണ്ടത്. അകലം നമ്മൾ 3.5 അതായത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 10-1 നമ്മൾ അകലം കൊടുക്കുന്നത്. ചിലർ ഈ ടക്ക് ഹിപ്പ് വണ്ണത്തിൻ്റെ അങ്ങോട്ട് ഇറക്കിയിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഹിപ്പ് വണ്ണത്തിൻ്റെ അവിടെ ടൈറ്റ് ആവും. അപ്പം വൃത്തി ഉണ്ടാവില്ല ചുരിദാർ തയ്ച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഹിപ്പ് വണ്ണത്തിനും ബ്രസ്റ്റ് വണ്ണത്തിനും ഇടയ്ക്കായിട്ട് നിൽക്കുന്ന പോലെ ആയിരിക്കണം നിങ്ങൾ ടക്ക് ഇടേണ്ടത്. ഇത് വെട്ടിയെടുക്കാം. ഇവിടെ നമ്മൾ യു കഴുത്താണ് വെട്ടുന്നത്. നമ്മളതും വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഫൈയാണ് നമ്മൾ ചുരിദാറിന് കൊടുക്കുന്നത്. നമുക്ക് കൈ കട്ട് ചെയ്യാം. കൈ നമുക്ക് 14 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മളിവിടെ പഫ് കൊടുത്താണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് 1.5 ഇഞ്ച് പഫിനായിട്ട് കയറ്റിയിടാം. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് അതായത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 10-1 വണ്ണം നമ്മൾ റിഗാൾ ഷേപ്പായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹാഫ് ഹൈറ്റായിട്ട് നമ്മൾ എടുത്തു 3.5 ഇഞ്ച്. ഇതാ ഇത് നമ്മുടെ ഇറക്കം, ഇത് നമ്മുടെ ഞുറുക്കുള്ളത്. 1.5 ഇഞ്ച് നമ്മൾ ഞുറുക്കുള്ളത് ഇട്ടു. ഇത് നമ്മുടെ ഹാഫ് ഹൈറ്റ്. ഇനി നമുക്ക് വണ്ണം നമ്മളിവിടെ നമുക്ക് തയ്ച്ച് തീരുമ്പോൾ നമുക്ക് 7.5 ഇഞ്ചാണ് കിട്ടേണ്ടത്. അതിന് നമ്മൾ 1 ഇഞ്ച് കൂട്ടി 8.5 എടുക്കും. ഇവിടെ നമ്മൾ 6 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് തയ്ച്ച് തീരുമ്പോൾ. അതിന് നമ്മൾ 7.5 ഇഞ്ച് എടുക്കും. പിന്നെ നമുക്ക് ഹാഫ് ഹൈറ്റ്. ഇവിടെ നമുക്ക് ഞുറിക്കുള്ളത് നമ്മൾ 2 ഇഞ്ച് ഇടയിൽപ്പെടുത്തിയിട്ട് അതിലേക്ക് ഞുറിക്കുള്ളത് കൊണ്ടേക്കൊണ്ടിരിക്കും. അതിന് ശേഷം നമ്മൾ ഹാഫ് ഹൈറ്റിലേക്ക് കൈ വരച്ചെടുക്കും. അപ്പം നമ്മൾ ഞുറിയിട്ട് കഴിയുമ്പോൾ നമുക്കിങ്ങനെ വരും. നമുക്കിവിടെ വണ്ണത്തിനായിട്ട് നമുക്ക് വെച്ചിട്ട് വെക്കാം. ഇത് നമ്മുടെ ഞൊറിയാണ്, അതിനുള്ളത് ഇട്ട് വെക്കാം. നമ്മൾ കയ്യും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി തയ്ക്കുന്ന നേരത്ത് ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് ചുരിദാർ തയ്ച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ലൈനിങ് വെച്ച് അടിച്ചു മറച്ചിട്ടുണ്ട് കഴുത്ത്. നമ്മൾ പുറകുവശത്ത് സ്ട്രിപ്പ് വെച്ച് കൊടുക്കുകയാണ്. ചുരിദാർ തയ്ക്കുന്ന മിക്കവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇനി നമ്മൾ ടക്കിട്ട് തയ്ക്കുന്ന വിധം മാത്രമാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കഴുത്തടിച്ച് ലൈനിങ് കൊണ്ട് അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. സിബിനുള്ളതും അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. നമുക്ക് സിബ് വെച്ച് തയ്ക്കാം. ഇതിൻ്റെ അറ്റം ഇങ്ങനെ മടക്കുക. അതിന് ശേഷം ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. സിപ്പിൻ്റെ റണ്ണർ കാണാത്ത വിധത്തിൽ നമ്മൾ ഇങ്ങനെ കയറ്റി വെച്ചാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട് 4 ഇഞ്ച് വീതി ഇട്ടിട്ടാണ് നമ്മൾ അടിക്കുന്നത്.
കാലിഞ്ച് വീതിയിട്ടില്ലെങ്കിൽ റണ്ണറിന് ഓടാനുള്ള സ്പേസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കാലിഞ്ച് വീതിയിൽ നമ്മൾ തയ്ക്കുന്നത്. മുകളിലേക്ക് തിരിച്ച് തയ്ക്കാം. മുകളിലേക്ക് തയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ അറ്റം ഒപ്പമാണെന്ന് നോക്കണം. ഒപ്പമാണോ നോക്കിയിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ. അതായത് നമ്മളിവിടെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു സൈഡ് കൂടിപ്പോകും. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ. സിബ് കാണാത്ത രീതിയിൽ ചേർത്ത് വെക്കുക, എന്നിട്ട് അടിക്കുക. ഇവിടെ ചുളുങ്ങാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. താഴെ വശത്ത് റണ്ണർ കാണാത്ത വിധത്തിൽ ചേർത്ത് വെക്കുക. ഈ അറ്റവും മടക്കി വെക്കുക. ഇത് കഴുത്തയിലേക്ക് അടിക്കുക. നമ്മുടെ കഴുത്ത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പുറവശം നമ്മൾ അടിച്ചെടുത്തു, സിബ് വെച്ചെടുത്തു. സിബ് നല്ല ഭംഗിയായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ടക്കും കൂടെ കൊടുക്കാം. ഇവിടെ ഒരു ടക്കും കൂടെ കൊടുക്കാം, നല്ല കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇവർക്ക് ബ്രസ്റ്റ് അളവും ഷേപ്പ് അളവും, അതായത് വേസ്റ്റ് അളവും തമ്മിൽ 3 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒരു ടക്കും കൂടെ കൊടുക്കുന്നുണ്ട്. സിബ് കൊടുക്കുന്നതിന് കൂടാതെ നമ്മൾ ഒരു ടക്കും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ പുറകുവശത്ത് ടക്കിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ടക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് വശത്തെ കഴുത്തടിക്കാം. കൈ പഫൊക്കെ വെച്ചിട്ട് ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. പഫ് കൈയാണ് നമ്മൾ ചുരിദാറിന് കൊടുക്കുന്നത്. 2 കൈയും ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് വശം അടിക്കാം. നമ്മൾ ചതുരക്കഴുത്താണ്, അത് ലൈനിങ് വെച്ച് അടിച്ചു മറിക്കുകയാണ്. സ്റ്റിഫൊന്നും വെക്കുന്നില്ല. ഇനി 2 കോർണറും കട്ട് ചെയ്ത് കൊടുത്ത് വെച്ച് നമ്മൾ മറച്ചിടും. നമുക്ക് കഴുത്ത് പതിച്ചടിക്കാം. നമ്മൾ ഫ്രണ്ടിലും ചെറിയൊരു ടക്ക് കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു വേസ്റ്റ് വണ്ണത്തിന് വളരെ വണ്ണം കുറഞ്ഞ ആളാണ്. ബ്രസ്റ്റ് അളവ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇവിടെ വേസ്റ്റ് അളവിന് വണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ 3 ഇഞ്ച് വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലും ടക്കിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ടക്ക് അടിച്ചെടുക്കാം. നമുക്ക് ആം ഹോളിന് ടക്കിടാം.
ഈ ടക്ക് നമുക്ക് ആം ഹോളിനെ കറക്റ്റ് ചെയ്യാനും, അതായത് ലൂസ് വരാതെ ആം ഹോളിനെ കറക്റ്റ് ചെയ്യാനും ബ്രസ്റ്റിനെ നമുക്ക് നല്ല ഷേപ്പിൽ നിർത്താനും ഈ ടക്ക് ഉപകരിക്കും. ഈ സൈഡിലോട്ട് കൊടുക്കാം. നമ്മൾ ഫ്രണ്ട് വശത്താണ് ടക്ക് ഇടുള്ളൂ ആം ഹോളിന്, പുറകുവശത്തിട്ടില്ല. നമ്മൾ ബ്ലൗസിന് ടക്ക് ഇടുന്നത് തന്നെയാണ് ഇതിന് ഇടുന്നത്. നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ടക്കുകളെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ടക്ക് ഇവിടെ തന്നെ നമുക്കൊരു ലൂസ് പ്രകടമാകുന്നുണ്ട്. അതായത് ഫസ്റ്റ് പോയിന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ നിൽക്കും. ഉണ്ടോ? കാണാമല്ലോ അല്ലേ? ഈ ടക്കും വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ലൂസ് നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്. ഞാൻ അളന്ന് കാണിക്കാം. നമ്മൾ ടക്കടിച്ച് കഴിഞ്ഞപ്പോൾ ആം ഹോളിന് നമുക്ക് ടക്കടിക്കുന്നതിന് മുൻപ് 9 ഇഞ്ച് ഉണ്ടായിരുന്നു. ടക്കടിച്ച് കഴിഞ്ഞപ്പോൾ ആം ഹോളിൻ്റെ അളവ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. ഇത് 10 ഇഞ്ച്. അപ്പോൾ നമ്മളിവിടെ തയ്യൽത്തുമ്പിനുള്ളത്, ഷോൾഡർ തയ്യൽത്തുമ്പിനുള്ളത് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനിടയ്ക്കുള്ളത് അളവ് നോക്കാം. വേണ്ടോ? നമുക്ക് കൃത്യം 7.25 കിട്ടുന്നുണ്ട്. ഇത് കൃത്യം 7.25 നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കൈക്കുഴി കറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കൈക്കുഴി കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു, എന്നാൽ ഇവിടെ നമുക്ക് ചുളുക്കമില്ലാതെ അടിക്കാനും പറ്റും. അപ്പം ബ്രസ്റ്റ് അളവ് കൂടുതലുള്ളവർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആം ഹോളിനെ ടക്ക് കൊടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ ഷേപ്പും കൊടുത്തിട്ടാണ് നമ്മൾ ചുരിദാർ അടിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഷോൾഡർ കൂട്ടി ചെയ്യാം. എത്രയായാലും ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് നമ്മൾ കൈക്കുഴി കൊടുത്തടിക്കുമ്പോൾ ഇങ്ങനെ ടക്ക് കൊടുക്കാതിരുന്നാൽ എത്രയായാലും ഇവിടെ ചുളുക്കം ഉണ്ടാകും. കാരണം നമുക്ക് ബ്രസ്റ്റ് അളവിനനുസരിച്ച് കൈക്കുഴി കറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ, അല്ല നമ്മൾ കൈക്കുഴി എടുക്കുമ്പോൾ എന്തായാലും ഇവിടെ ലൂസ് പ്രകടമാകും. സാധാരണ എടുക്കുന്ന പോലെ കൈക്കുഴി എടുത്തിട്ട് നമ്മൾ ടക്ക് കൊടുത്ത് നമുക്ക് വേണ്ട കൈക്കുഴി, അതായത് ആം ഹോൾ റൗണ്ടിനെ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചുരിദാർ അടിക്കേണ്ടത് ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക്. നമുക്കിനി ഷോൾഡർ കൂട്ടി വയ്പ്പിക്കാം. നമ്മൾ ഷോൾഡറും കൂട്ടി വയ്പ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത്. ഞാൻ നിങ്ങളെ കൈക്കുഴി അളന്ന് കാണിച്ചിരുന്നു. ഒന്നുകൂടെ അളന്ന് കാണിക്കാം. നമ്മൾ ഷോൾഡർ കൂട്ടി വയ്പ്പിച്ച് നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് ഒന്നുകൂടെ അളന്ന് കാണിക്കാം. നമ്മൾ ഷോൾഡർ എല്ലാം കൂട്ടി വയ്പ്പിച്ചു. ഇനി നമുക്ക് ഒന്നുകൂടെ അളന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചെസ്റ്റ് അളവ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇവിടെ വന്ന് ടേപ്പ് പിടിച്ച് നോക്കിയാൽ, നമ്മൾ അടിക്കുന്ന രീതിയിൽ നമ്മൾ ടേപ്പ് പിടിച്ച് നോക്കിയാൽ ഇതാണ് കൃത്യമായിട്ട് നമുക്ക് 7.25 ആം ഹോൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൈ വെക്കാം. നമുക്ക് കൈ വെച്ച് കൊടുക്കാം. നമുക്ക് കൃത്യമായിട്ട് കൈയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈ അടയാളപ്പെടുത്തിയത് വെച്ചാണിത്. നോച്ചായിരുന്നു കൈക്ക് നമ്മൾ അടയാളപ്പെടുത്തിയത്. ആ നോച്ച് കൃത്യമായിട്ട് നമ്മുടെ വണ്ണത്തിൽ ഉണ്ടോ, ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തിയത് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി 2 കൈ അടിച്ചിട്ട് കാണിക്കാം. നമ്മളങ്ങനെ ചുരിദാർ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട്. അപ്പം ഇതിൽ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ബ്രസ്റ്റ് അളവ് ചെസ്റ്റ് അളവിനേക്കാളും ബ്രസ്റ്റ് അളവ് 2 ഇഞ്ചിൽ കൂടുതലാണെങ്കിൽ 2 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനെ 4 ഇഞ്ച് അങ്ങനെ മുകളിലേക്ക് പോകുന്തോറും നമ്മൾ തയ്ക്കേണ്ട വിധമാണ്. അതായത് കൈയുടെ വണ്ണം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ചുളുക്കം ഉണ്ടാകും, കൈ ലൂസ് ഉണ്ടാകും, കൈക്കുഴി ലൂസ് ഉണ്ടാകും, കൈ ചുളുക്കം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ബ്രസ്റ്റ് അളവ് നല്ല ഭംഗിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ആം ഹോളിനെ ടക്ക് കൊടുത്തിട്ട് തയ്ക്കുന്ന വിധമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്